പിതാവേ, എനിക്കൊരു ഭയമുണ്ട്. ജനം ആ പാണ്ഡവരെ ദൈവങ്ങളെപ്പോലെ ആരാധിക്കുന്നു. അവർ പോകുന്നിടത്തെല്ലാം ജനങ്ങൾ അവരുടെ മുൻപിൽ വണങ്ങി അനുഗ്രഹവും പ്രീതിയും നേടുന്നു. ഇതെന്റെ സിംഹാസനത്തിന് ഒരു ഭീഷണിയാകുമോ? മകനെ, നീ എൻ്റെ ആദ്യപുത്രനാണ്. ഹസ്തിനപുര സിംഹാസനം നിന്റെ ജന്മാവകാശമാണ്. എന്നാൽ പാണ്ഡവർ നിന്റെ സഹോദരന്മാരാണ്. ഒരുമിച്ച് നിന്നാൽ നമ്മുടെ രാജ്യം നമുക്ക് ശക്തിപ്പെടുത്താം. ഒരുമിച്ച് നിൽക്കാം, പക്ഷേ അവരുടെ ദൈവികത ഒരു നുണയാണ്. അധികാരം കയ്യേറാൻ അവരുണ്ടാക്കിയ ഒരു കഥയായാണ് എനിക്കിത് തോന്നുന്നത്. അവർ വെറും മനുഷ്യർ മാത്രമാണ് പിതാവേ. അതെനിക്കുമറിയാം, നിനക്കുമറിയാം. പക്ഷേ നാട്ടുകാർക്കറിയില്ലല്ലോ. നാട്ടുകാർക്കത് ബോധ്യപ്പെട്ടാൽ തീരാവുന്ന ഭയമേ നിനക്കിപ്പോൾ ഉള്ളൂ. നാട്ടുകാരെ എങ്ങനെ ബോധ്യപ്പെടുത്താനാണ്? അവർ വെറും സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ മാത്രം മതി. അച്ഛൻ്റെ ആ ഉപദേശം ദുര്യോധനന്റെ മനസ്സിൽ കൊളുത്തി. അയാൾ അതിനുള്ള ആലോചനയിൽ വീണു. ദിവസങ്ങൾ മുൻപോട്ട് പോകുവാൻ തുടങ്ങി. ദുര്യോധനൻ തന്റെ പൂർണ്ണ സമയവും ആ ആലോചനയിൽ തന്നെ മുഴുകി. പക്ഷേ എത്ര ആലോചിച്ചിട്ടും അയാൾക്കൊരു പോംവഴി ലഭിച്ചില്ല. തന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിന് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് അയാൾക്ക് തോന്നി. കർണൻ. കൊട്ടാരത്തിലെ ഒരു സാരഥിയുടെ മകനായിരുന്നു കർണൻ. അതിനേക്കാൾ ഉപരി മറ്റൊരു പ്രത്യേകതയും കർണനുണ്ട്. തന്റെ മാതാപിതാക്കൾക്ക് അയാളെ ലഭിച്ചത് ഒരു പുഴയിൽ നിന്നാണ്. ദുര്യോധനന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കർണൻ. താഴ്ന്ന ജാതി ആയതിനാൽ കർണനുമായി കൂട്ടുകൂടരുതെന്നുള്ള സകല ഉപദേശവും തകർത്തിട്ടാണ് ദുര്യോധനൻ ആ സൗഹൃദം നിലനിർത്തുന്നത്. തന്റെ പ്രശ്നം അയാൾ കർണനോട് പറഞ്ഞു. കർണൻ അതിന് കൃത്യമായ ഒരു മറുപടിയും കൊടുത്തു. അവരിൽ ഏറ്റവും ശക്തനായ അല്ലെങ്കിൽ മല്ലനായ ഒരുത്തനെ നമുക്ക് വീഴ്ത്തണം. അതോടെ അവൻ മാത്രമല്ല, ബാക്കിയുള്ള 4 പേരുടെയും കൊമ്പൊന്ന് താഴ്ന്നോളൂ. കർണന്റെ അഭിപ്രായം ശരിയാണെന്ന് ദുര്യോധനന് തോന്നി. അങ്ങനെ അവർ രണ്ടുപേരും ആ 5 പേരിൽ ഏറ്റവും ശക്തനായ ആളെ കണ്ടുപിടിക്കാനുള്ള ശ്രമം തുടങ്ങി. എന്നാൽ അധിക നാൾ ആ ശ്രമം വേണ്ടി വന്നില്ല. അവരുടെ മുൻപിൽ തന്നെ അയാൾ ഉണ്ടായിരുന്നു, ഭീമൻ.